നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. നീണ്ട 15 വർഷത്തെ മോശമായ സമയമൊക്കെ അവസാനിച്ച് ഇനി ഈ നക്ഷത്ര ജാതകർക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന സമയമാണ്. ഗ്രഹങ്ങളുടെ ബലാബലങ്ങളനുസരിച്ച് ഫലങ്ങൾ അനുഭവയോഗ്യമായി തീരുന്നു. ഇവിടെ ഈ നാളുകാർക്ക് ഭാഗ്യസമയമാണ്. സ്വയം ധാരാളം ധനമുണ്ടാക്കി സുഖമായി ജീവിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും. അതായത് കഴിഞ്ഞുപോയ 15 വർഷത്തെ മോശ സമയം അവസാനിച്ച് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ നേടിയെടുക്കുവാൻ ഈ 5 നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും എന്നത് ഉറപ്പാണ്. ഇവരുടെ മോശ സമയം അവസാനിച്ചിരിക്കുന്നു. ഇനി ഇവർ ഭാഗ്യത്തിലേക്ക് കടക്കും. ദുർഘടമായ ജീവിതത്തിലെ എല്ലാ അരിഷ്ടതകളും അവസാനിച്ച് ഒരുപാട് ഭാഗ്യമാണ്, ഒരുപാട് നേട്ടമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾക്കനുസരിച്ച് ഫലങ്ങൾ അനുഭവയോഗ്യമായി തീരും. അത് ജാതകത്തിൽ അങ്ങനെയാണ്. ചില നക്ഷത്ര ജാതകർക്ക് ചില സമയങ്ങൾ വളരെ മോശമായിരിക്കും. ആ സമയത്ത് ഇവർ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കും, ദുരിതങ്ങൾ അനുഭവിക്കും, ശത്രുദോഷങ്ങൾ ഉണ്ടാകും. ചില ചെയ്ത്തുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചെയ്ത്തുദോഷങ്ങൾ കൊണ്ട് ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഇന്നിനി ഇവർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഒരുപാട് നേട്ടത്തിലേക്ക് പോകും ഈ ഭാഗ്യ നക്ഷത്ര ജാതകരായ 5 നക്ഷത്ര ജാതകർ. സ്വയം ധാരാളം ധനമുണ്ടാക്കി സുഖമായി ജീവിക്കുവാൻ ഇവർക്ക് യോഗമുണ്ടാകും എന്ന് സാരം. അതിനുള്ള അവസരമാണ് ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത്. സൂര്യാദി ഗ്രഹങ്ങൾ ചാരവശാൽ ഈ പറയുന്ന ഇഷ്ടസ്ഥാനങ്ങളിൽ വരുമ്പോൾ ശുഭഫലങ്ങൾ അനുഭവിച്ചിരിക്കും. അത് ഉറപ്പാണ്. ഏതൊരാളുടെയും ജാതകം പരിശോധിച്ചാൽ അത് വ്യക്തമായി അറിയുവാൻ സാധിക്കും. ചില സമയങ്ങളിൽ ചില ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ആപത്തും ഒക്കെ വന്നു ചേരാം. എന്നാൽ എന്നും ഇതൊരു തുടർക്കഥയാവില്ല, എന്നും ഇത് തുടർന്നുകൊണ്ടിരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സൂര്യാദി ഗ്രഹങ്ങൾ ചാരവശാൽ ഈ പറയുന്ന ഇഷ്ടസ്ഥാനങ്ങളിൽ വരുമ്പോൾ ശുഭഫലങ്ങൾ അനുഭവിച്ചിരിക്കും. ഇന്ന് ഇവിടെ സംഭവിക്കുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഇത് തന്നെയാണ്, ശുഭഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവരുടെ ജീവിതം മാറിമറിയും, ആഗ്രഹങ്ങളൊക്കെ നിറവേറും. നമുക്കറിയാം, പലരുടെയും ജീവിതത്തിൽ കഷ്ടതകൾ വരുന്നത് വളരെ പെട്ടെന്ന് തന്നെയാണ്. ഒരു രീതിയിലും ഒരു ഉയർച്ച വന്നു ചേരില്ല. ചെല്ലുന്നിടത്തെല്ലാം കഷ്ടകാലം. എന്തിലേക്ക് തിരിയുന്നോ അവിടെയൊക്കെ ഇവർക്ക് തടസ്സങ്ങൾ തന്നെയാകും. ഒരു മേൽഗതി ഉണ്ടാകുന്നില്ല. എന്നാൽ 15 വർഷത്തെ ദുരിതങ്ങൾ അവസാനിച്ച് ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ. ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയുന്നത്. ഇവരുടെ ഭാഗ്യ ദിനങ്ങളെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ഇത് ഒരുപാട് കാലം നിൽക്കില്ല എങ്കിലും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇത് നിലനിർത്തേണ്ടത് ഇവരുടെ ആവശ്യകതയാണ്. അതിന് ഇവർ ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട്, പോകേണ്ടതായ ക്ഷേത്രങ്ങളുണ്ട്. അതൊക്കെ നമുക്കറിയാം ഇന്നത്തെ വീഡിയോയിലൂടെ. ആ 5 നക്ഷത്ര ജാതകരിൽ ആരൊക്കെയാണ്, ഏതെല്ലാം രീതിയിലാണ് ഇവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു ചേരുന്നത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി പൂജകൾ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമുക്കറിയാം, നവംബർ 30 ഭൂതങ്ങളുടെ അധിപനായ ശുക്രൻ അതിൻ്റെ ദുർബലമായ രാശിയായ കന്നിരാശിയിൽ നിന്നും പുറത്തു വന്ന് സ്വന്തം രാശിയായ തുലാൻ രാശിയിൽ പ്രവേശിച്ചു. ഇത് ഈ 5 നാളുകാർക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നുണ്ട്. ഈ സമയം ഇവർക്ക് രാജയോഗം വന്നു ചേരും. കുചേലനിൽ നിന്നും കുബേരനിലേക്ക് പുറപ്പെടുന്ന സമയം. അതായത് ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ദൈവം കേൾക്കുന്നു, ദൈവാധീനം വർദ്ധിക്കുന്നു. ദൈവാധീനം വർദ്ധിക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് വരുന്നത് ഇരട്ടി ഭാഗ്യമാണ്. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്.
കാർത്തിക നക്ഷത്ര ജാതകരുടെ സമയം തെളിയുന്നു എന്ന് തന്നെ പറയാം. ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും. ഒത്തിരി സങ്കടങ്ങളായിരുന്നു. പോകാത്ത ക്ഷേത്രങ്ങളില്ല, ചെയ്യാത്ത വഴിപാടുകളില്ല. ഇനി നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറണം, ചെയ്ത്തുദോഷങ്ങൾ മാറണം, ആഭിചാരദോഷങ്ങൾ മാറണം, ശത്രുശല്യം മാറിക്കിട്ടണം, വീടിനും ഭൂമിക്കും ഒക്കെ ഒരു നല്ല അഭിവൃദ്ധി വന്നു ചേരണം. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥന വേണം. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തുക, പാലഭിഷേകം നടത്തുക സുബ്രഹ്മണ്യസ്വാമിക്ക്. തൈപ്പൂയ നാളിലൊക്കെ വൃദ്ധമെടുത്ത് ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും. അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. മാസത്തിൽ ഒരു തവണ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക, തേങ്ങ ഉടയ്ക്കുക, അവിടെ ഗണപതിക്ക് മുമ്പിൽ ഏത്തമിടുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും. മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ്. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇവർക്ക് സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നു. ഭൈരവന് കുരുമുളക് ദീപം ചാർത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക കാർത്തിക നക്ഷത്ര ജാതകർ. ഒത്തിരി ഭാഗ്യങ്ങൾ ഇവരെ കാത്തിരിപ്പുണ്ട്. ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകും. അടുത്ത നക്ഷത്രം മകയിരമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. 15 വർഷത്തെ മോശമായ സമയമൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ നേടിയെടുക്കും ഈ ഭാഗ്യനക്ഷത്രം. ഇവരുടെ സമയം മാറുകയാണ്. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകാൻ പോകുകയാണ്. ഇനി ഉയർച്ചയാണ്, ഭാഗ്യമാണ്. ഒത്തിരി ധനമൊക്കെ വന്നു ചേരും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും, സങ്കടങ്ങളൊക്കെ മാറും. മകയിര നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം, അവിടെ പട്ടൊക്കെ സമർപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. ദേവീക്ഷേത്രത്തിൽ പോയതിനു ശേഷം അവിടെ കടുംപായസം നടത്തി പ്രാർത്ഥിക്കുക. അതൊക്കെ നിങ്ങളുടെ ദുഃഖങ്ങൾക്ക്, ദുരിതങ്ങൾക്ക്, സങ്കടങ്ങൾക്കൊക്കെ ഒരു ശമനമുണ്ടാക്കും. ഒത്തിരി അഭിവൃദ്ധിയാണ്, ഒത്തിരി നേട്ടമാണ്. ജീവിതം വഴിമാറുന്ന സമയമാണ്. ജീവിതത്തിൽ ഇനി കുതിച്ചുയരേണ്ടവരാണ് നിങ്ങൾ. മകയിര നക്ഷത്ര ജാതകർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നല്ല സമയമാണ്. 15 വർഷത്തെ മോശമായ സമയമൊക്കെ അവസാനിച്ച് ഇവിടെ ഇനി ഭാഗ്യസമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, സ്വയം ധാരാളം ധനമുണ്ടാക്കി സുഖമായി ജീവിക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരുമെന്ന്. മകയിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭാഗ്യം ഇനി വന്നു ചേരും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. സർപ്പക്കാവിൽ 100 പാലും നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. ആയില്യ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ദോഷ സമയമൊക്കെയായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുക, ജോലി നഷ്ടപ്പെടുക, ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാൽ തടസ്സങ്ങൾ സംഭവിക്കുക, ശത്രുദോഷങ്ങളുണ്ടാകുക, പ്രാക്കുദോഷങ്ങളുണ്ടാകുക, ഒരു കാരണവുമില്ലാതെ മറ്റൊരാളുമായി വഴക്കുണ്ടാകുക. ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സർപ്പക്കാവിൽ 100 പാലും നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ആയില്യ നക്ഷത്ര ജാതകർ. സമയം മാറുന്നു, ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും, ഉറപ്പായും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇവ നടത്തുക വിശാഖ നക്ഷത്ര ജാതകർ. ഒരുപാട് നേട്ടത്തിലേക്കും ഒരുപാട് ഭാഗ്യത്തിലേക്കും ഇവർ എത്തും. ഇനി നല്ല സമയമാണ്. മോശ സമയങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്ന ഈ 5 നാടുകാർക്കും ഇനി ഒരുപാട് ഉയർച്ചയാണ് വരാൻ പോകുന്നത്. അപ്പോൾ വിശാഖ നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം നടത്തണം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടി നടത്തി മുന്നോട്ട് കുതിക്കുക. ഭാഗ്യം നിങ്ങളോടൊപ്പമുണ്ട്. ജീവിതത്തിൽ ഇനി ക്ലേശങ്ങളല്ല, ദുഃഖങ്ങളല്ല, ദുരിതങ്ങളല്ല, നല്ലൊരു വീട് വയ്ക്കുവാനുള്ള യോഗവും ധാരാളം ധനം വന്നു ചേരുവാനുള്ള യോഗവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം പൊരുരുട്ടാതിയാണ്. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോകുക. വടമാല ചാർത്തി പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമിക്ക് സകല ദുഃഖങ്ങളും മാറണം, സകല ദുരിതങ്ങളും മാറണം. അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 2024 വർഷഫലം ആവശ്യമുള്ളവർക്ക് വർഷഫലം അയച്ചു തരുന്നതാണ്.
ജാതകം ആവശ്യമുള്ളവർക്ക് ജാതകം അയച്ചു തരുന്നതാണ്. ഭാഗ്യ നമ്പരുകൾ അത് ആവശ്യമുള്ളവർക്ക് അത് അയച്ചു തരുന്നതാണ്. ഭാഗ്യരത്ന നിർദ്ദേശം അതിനെപ്പറ്റി ഉള്ള കാര്യങ്ങൾ അയച്ചു തരുന്നതാണ്. ഏതായാലും നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചു തരുന്നതാണ്. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ അത് കാരണമായേക്കാം. ഏതായാലും പൊരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനമൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. ഭാഗ്യത്തിലേക്ക് കടക്കും. ഇവരൊക്കെ ഇനി ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. അതിന് ഗുണം ചെയ്യുന്നത് ശുക്രൻ തന്നെയാണ്. സൂര്യാദി ഗ്രഹങ്ങൾ ചാരവശാൽ ഈ പറയുന്ന ഇഷ്ടസ്ഥാനങ്ങളിൽ വരുമ്പോൾ ശുഭഫലം അനുഭവിച്ചിരിക്കും. അത് തീർച്ചയാണ്. 15 വർഷത്തെ ദുഃഖവും ദുരിതവും സങ്കടവും ഒക്കെ മറന്നേക്കുക. ഭാഗ്യത്തിലേക്ക് പോകും, നേട്ടത്തിലേക്ക് പോകും, ഉയർച്ചയിലേക്ക് പോകും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. നല്ല തുക വരും. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. നന്ദി, നമസ്കാരം.